ഹലോ എവരി വൺ. നെക്സ്റ്റ് നമുക്ക് തിയോഡലൈറ്റിലെ കുറച്ച് ഡെഫിനിഷൻസും ടേംസുമാണ് പറയാനുള്ളത്. ഫസ്റ്റ്, ഹൊറിസോണ്ടൽ ആക്സിസ്. ഇതൊരു ഇമാജിനറി ലൈനാണ്, ഓൾസോ നോൺ ആസ് ട്രൂനിയൻ ആക്സിസ്. വേർട്ടിക്കൽ പ്ലെയിനിൽ ഇൻസ്ട്രുമെൻ്റ് ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഫിഗറിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. റെഡ് കളറിൽ മാർക്ക് ചെയ്ത ആക്സിസ് ആണ് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രൂനിയൻ ആക്സിസ്. നെക്സ്റ്റ്, വേർട്ടിക്കൽ ആക്സിസ്. വേർട്ടിക്കൽ ആക്സിസ് അസിമുത്ത് ആക്സിസ് എന്നും പറയും. ഇതും ഒരു ഇമാജിനറി ലൈനാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻസ്ട്രുമെൻ്റ് ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസാണ് വേർട്ടിക്കൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് വേർട്ടിക്കൽ ആക്സിസ്. ചിത്രത്തിൽ ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്ത ആക്സിസാണ് വേർട്ടിക്കൽ ആക്സിസ്. നെക്സ്റ്റ്, സെൻറ്ററിങ്. ഗ്രൗണ്ടിൽ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള, അത് ബൗണ്ടറി പോയിൻ്റ് ആവാം അല്ലെങ്കിൽ ട്രാവേഴ്സ് സ്റ്റേഷൻ പോയിൻ്റ് ആവാം, അതിന് മുകളിൽ എക്സാക്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻറ്ററിങ്. ടെക്നിക്കലി ഇൻസ്ട്രുമെൻറ്റിൻ്റെ വേർട്ടിക്കൽ ആക്സിസും അതുപോലെ ഗ്രൗണ്ട് സ്റ്റേഷൻ പോയിൻറ്റും ഒരേ ലൈനിൽ ആയിരിക്കണം. ട്രാൻസിറ്റിംഗ്. ടെലസ്കോപ്പ് മാത്രം 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസിറ്റിംഗ്. ട്രാൻസിറ്റിംഗ് ബേസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നെക്സ്റ്റ്, സ്വിങ്ങിങ് ദ ടെലിസ്കോപ്പ്. ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്തിരുന്നത് വേർട്ടിക്കൽ പ്ലെയിനിലാണ് അല്ലേ? സ്വിങ്ങിങ് ആവുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്വിങ്ങിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. രണ്ട് പൊസിഷൻ ഉണ്ട്, ലെഫ്റ്റ് സ്വിങ്ങും റൈറ്റ് സ്വിങ്ങും. ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്നും ഇൻസ്ട്രുമെൻ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് റൈറ്റ് സ്വിങ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ലെഫ്റ്റ് സ്വിങ്. നെക്സ്റ്റ്, ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ. വേർട്ടിക്കൽ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഫേസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ പറയുന്നത്. വേർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറിൻ്റെ മീൻസ് ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന ആളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നു. ദിസ് ഈസ് ഓൾസോ കോൾഡ് തിയോഡലൈറ്റ് ഇൻ നോർമൽ പൊസിഷൻ. അടുത്തത് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ഒബ്സർവറിൻ്റെ റൈറ്റ് സൈഡിലാണ് വേർട്ടിക്കൽ സർക്കിൾ എങ്കിൽ അതാണ് ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിവേഴ്സ് പൊസിഷൻ. നെക്സ്റ്റ്, ചേഞ്ചിങ് ദ ഫേസ്. ഫേസ് റൈറ്റ് പൊസിഷനിൽ നിന്നും ഫേസ് ലെഫ്റ്റിലേക്കും തിരിച്ച് ഫേസ് ലെഫ്റ്റിൽ നിന്ന് ഫേസ് റൈറ്റിലേക്കും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ചേഞ്ചിങ് ദ പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഡബിൾ സ്വിങ്ങിങ്. ഒരേ ആംഗിള് രണ്ട് തവണ റീഡ് ചെയ്യുന്നതിനെയാണ് ഡബിൾ സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് റീഡിങ്ങിൻ്റെ ആവറേജ് നമ്മൾ നോട്ട് ചെയ്യും. ഇങ്ങനെ ആവറേജ് എടുക്കുമ്പോൾ എന്തെങ്കിലും സിസ്റ്റമാറ്റിക് എറർ ഉണ്ടെങ്കിൽ
അത് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആവും. അതാണ് ഡബിൾ സൈറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ് ലീസ്റ്റ് കൗണ്ട്. ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ റീഡിംഗ് ആണ് ലീസ്റ്റ് കൗണ്ട്. ദെൻ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. നമുക്കറിയാം ബബിൾ ട്യൂബ്സ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലെവലിംഗ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബബിൾ ട്യൂബിൻ്റെ മിഡിൽ പോയിൻറ്റിലൂടെ അതിന് ടാൻജൻഷ്യലായിട്ട് കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ഇൻസ്ട്രുമെൻ്റ് ആക്യുറേറ്റ് ആയിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ആയിരിക്കും. ദെൻ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന ഭാഗത്തിന് ഐ പീസ് എന്നും ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ ഒബ്ജക്റ്റ് പീസ് എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് റീഡിംഗ് എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ക്രോസ് ഹെയർസ് അടങ്ങിയിട്ടുള്ള ഒരു ഡയഫ്രം കൂടെ ഉണ്ട്. ഐ പീസിൻ്റെ സെൻറ്ററിനെയും ചിത്രം നോക്ക്, ഐ പീസിൻ്റെ സെൻറ്ററിനെയും ഒബ്ജക്റ്റീവിൻ്റെ സെൻറ്ററിനെയും കണക്റ്റ് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. Then last, line of collimation. ക്രോസ് ഹെയർസ് മാർക്ക് ചെയ്തിട്ടുള്ള ഡയഫ്രത്തിൻ്റെ സെൻറ്ററും ഒബ്ജക്റ്റീവിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററും കണക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയി പോകുന്ന ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനാണ് ലൈൻ ഓഫ് കൊളിമേഷൻ. ഫിഗറിൽ മാർക്ക് ചെയ്ത റെഡ് ലൈനാണ് ലൈൻ ഓഫ് കൊളിമേഷൻ. നെക്സ്റ്റ് തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. 5 ഫണ്ടമെൻ്റൽ ലൈൻസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, ലൈൻ ഓഫ് കൊളിമേഷൻ, ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ ആൻഡ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ. A horizontal angle is the difference between two measured directions. Horizontal angle high precision പ്രിസിഷനിൽ കാണാൻ 2 മെത്തേഡാണുള്ളത്. റിപ്പിറ്റേഷൻ മെത്തേഡും റൈട്രേഷൻ മെത്തേഡും. തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഒബ്സർവറിന് എ സിംഗിൾ ആംഗിൾ ഹയർ പ്രിസിഷനിൽ തിയോഡലൈറ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യണമെങ്കിൽ റിപ്പിറ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. പേര് പോലെ തന്നെ ഒരേ ആംഗിൾ റിപ്പീറ്റഡ്ലി മെഷർ ചെയ്യും. കീപ്പിംഗ് ദ വെർനിയർ റീഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മെഷർമെൻറ്റ് അൺചേഞ്ച്ഡ്. ഫേസ് ലെഫ്റ്റിലും ഫേസ് റൈറ്റിലും റീഡിംഗ് എടുക്കുന്നുണ്ട്. ഫൈനൽ റീഡിംഗ് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ കിട്ടും. ഇനി റിപ്പീറ്റേഷൻ മെത്തേഡ് കൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
First, eccentricity. By adding both vernier, eccentricity of vernier and center of gravitation circle is eliminated. അടുത്തത്, by taking face left and face right observation, രണ്ട് ഒബ്സർവേഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. Errors due to line of collimation and horizontal axis not being perpendicular to each other is eliminated. അടുത്തത്, by reading different parts of the horizontal circle, the error due to inaccurate graduation is eliminated. Last one, by bisecting same object several times, errors due to inaccurate bisection is eliminated. അടുത്തതാണ് റൈട്രേഷൻ മെത്തേഡ്. ഒരു സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് സെവറൽ ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ റൈട്രേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആംഗിൾ മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആൻഡ് ഫൈനലി ഹൊറൈസൺ ഈസ് യൂസ്ഡ്. The process of measuring the angle between the last station and the initial station is called closing the horizon, which gives a check sigma equal to or epsilon equal to 360 degree. The correction is distributed among all the angles. ഇതും രണ്ട് ഫേസിലും റീഡിങ് എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.